നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 748. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 749. സർഗം 20 സർഗം 20 നൈരാശ്യം പരമസുഖം എന്നുള്ളതിൽ 50-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. 50-ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ അതെന്തായിരുന്നു? വശീകരിച്ചു സർവസ്വം അർപ്പിച്ചും രമ പോലവേ, അതായത് മഹാലക്ഷ്മീനെ പോലെ എന്നർത്ഥം. രമ പോലവേ ആനന്ദമഗ്നനായി തന്നെ മേവും പേർ കൊണ്ട നാടിതിൽ. ഈ എന്താ പറയുക, അതായത് ഈ കഥ നടക്കുന്ന സ്ഥലം അതെന്താണെന്നാണ് പറഞ്ഞത്? പേർ കൊണ്ട നാടിതിൽ ഏതോ പുണ്യത്തിനാൽ എന്നിൽ പ്രസാദിച്ചു മഹാപ്രഭു. നോക്കൂ, ഇത്രയും ഡർട്ടി ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു വേശ്യയുടെ മാനസികാവസ്ഥ, ഇതുവരെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു റിപ്പൻറ്റൻസ് മനസ്സിൽ വന്നു. മാത്രമല്ല, ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഇനി ഭഗവാനെ കോണ്ടംപ്ലേറ്റ് ചെയ്യാം, അതായത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനിൽ ലയിക്കാൻ പോകുന്നു എന്നൊരു തീരുമാനം, ആ റെസൊല്യൂഷൻ, അതാണ് പ്രധാനം. അപ്പോൾ ഏതോ പുണ്യത്തിനാൽ എന്നിൽ പ്രസാദിച്ചു മഹാപ്രഭു, അല്ലെങ്കിൽ ഉളവാകില്ല ഈ വൈരാഗ്യം അതിനീചയിൽ. ഇതാണ് സനാതനധർമ്മത്തിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി എനി ടൈം. അല്ലെങ്കിൽ ഉളവാകില്ല ഈ വൈരാഗ്യം അതിനീചയിൽ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നെ ഇന്നിത്രയും നീറിച്ചുള്ളൊരേ ദുഃഖമൊക്കെയും, ആ ഒരു ഫ്ലാഷ് ബാക്ക്. എന്നെ ഇന്ന് ഇത്രയും നീറിച്ചുള്ളൊരേ ദുഃഖമൊക്കെയും തീവ്രവൈരാഗ്യഹേതുക്കളാകയാൽ അഭികാമ്യമാം. എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ്, എനിക്ക് പരീക്ഷയുണ്ട്. പറഞ്ഞു മനസ്സിലായോ? തീവ്രവൈരാഗ്യഹേതുക്കളാകയാൽ അഭികാമ്യമാം എന്തോ ദൈവേച്ഛയാൽ ഇന്ന് ആ മഹാത്മാവിനൊരിത്തിരി കടാക്ഷം എന്നൊന്നിൽ പതിഞ്ഞിട്ടുണ്ട് നിശ്ചയം. നോക്കൂ, ആനത്തലയോളം വെണ്ണ തരാമെടാ കൃഷ്ണ, ഒരു പദ്യമുണ്ട്. ആനത്തലയോളം വെണ്ണ ഒരു കുട്ടിക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ആ കൊടുക്കുന്ന ആളുടെ മാനസികാവസ്ഥയാണിത് കാണിച്ചത്. അതേപോലെ ഈ പിങ്കളയുടെ മാനസികാവസ്ഥ, കൃപാകടാക്ഷം എന്നൊന്നിൽ പതിഞ്ഞിട്ടുണ്ടു നിശ്ചയം, ഇല്ലെങ്കിൽ എനിക്ക് തീവ്ര വൈരാഗ്യം വരില്ല എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഒരു 100 കൊല്ലം ആവറേജായിട്ട് ജീവിക്കണതും ഒരു 25 കൊല്ലം തീവ്രമായിട്ട് ഇരിക്കണതും കൂടി വ്യത്യാസമുണ്ട്. അതായത് സകാരപൂജ 100 കൊല്ലം ചെയ്യണത് നിരാകാരത്തിൽ ഒരു 25 വർഷം ചെയ്താൽ മതി, മോശമായി. ഇതാണ് ഇതിൻ്റെ കാരണം. ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഭേദമാണ് ഉണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 100 കൊല്ലം ചെയ്താലും സകാരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇല്ല എന്നുള്ളത് സത്യം. കാരണം ഭഗവാൻ
അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് മായയെ ഉപോത്ബലകമായിട്ട് അവതാരം ചെയ്യണമെന്നല്ലാണ്ട് സത്യത്തിൽ ഭഗവാൻ എന്നും എന്താ നിരാകാരനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തോ ദേവേശയാൽ ഇന്ന് ആ മഹാത്മാവിനൊരുത്തിരി കൃപാകടാക്ഷം എന്നൊന്നിൽ പതിഞ്ഞിട്ടുണ്ട് നിശ്ചയം. അല്ലെങ്കിൽ ഈ വിധം ശുദ്ധഭാവം എമ്മട്ടുദിച്ചിടും. ശുദ്ധഭാവം അല്ലെങ്കിൽ ഈ വിധം ശുദ്ധഭാവം എമ്മട്ടുദിച്ചിടും. ദുരാശകളകന്നുള്ളം തെളിയാനതു മൂലമാം. ദുരാശകൾ അകന്ന് ഉള്ളം തെളിയാൻ കാരണം ഭഗവാൻ എന്നിൽ സന്തോഷിച്ചിട്ടുണ്ടെന്നാണ്. ഇത്രയും സുമഹത്തായൊരു ഉപകാരം ഈ വിധം ചെയ്തു തന്നുള്ളൊരൻ പ്രാണനാഥൻ്റെ ചരണാംബുജം. പ്രാണനാഥൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണൻ്റെ നാഥൻ ഈശ്വരൻ. നമ്മൾ അതിനു വേണ്ടിയിട്ട് ശരീരമുള്ളവരെ പ്രാണനാഥ എന്ന് വിളിക്കും ഭർത്താവിനെ. അതൊരു തള്ളലാ സത്യം പറഞ്ഞാൽ. എന്താ തള്ളുക എന്ന് പറഞ്ഞാൽ? ഇല്ലാത്തതുണ്ട് എന്ന് പറയാം. മായാണത്. അപ്പോൾ ഇത്രയും മഹത്തായൊരു ഉപകാരം ഈ വിധം ചെയ്തു തന്നുള്ളവരൻ പ്രാണനാഥൻ്റെ ചരണാംബുജം ഭജിച്ചുകൊണ്ടേ ജന്മം ഞാൻ പരിപാവനമാക്കിയിടും. ഐ വിൽ ഡു ഇറ്റ് ഡെഫിനറ്റ്ലി ഭജിച്ചുകൊണ്ടേ. കണ്ടിന്യൂസ് അല്ലേ? കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറയാം. ഞാൻ പരിപാവനമാക്കിയിടും. ഇതെന്നും ഓർമ്മ വെച്ചുകൊള്ളുന്നതിൽ തൃപ്തി പൂണ്ടിനി. ഇതെന്നും ഓർമ്മ വെച്ചും കൊണ്ട് ഉള്ളതിൽ തൃപ്തി പൂണ്ടിനി. ഇല്ലാത്തതിനെ പറ്റി പരിഭവം പറയുന്നതിനേക്കാൾ ഉള്ളതിൽ സന്തോഷിക്കാം. വിടാതെന്നാഥനോടൊപ്പം എന്നെന്നും വിഹരിച്ചിടും വിവേകം മറ്റു സംസാര മഹാകൂപത്തിലീ വിധം. വിടാതെ നാഥനോടൊപ്പം എന്നെന്നും വിഹരിച്ചിടും ആത്മാരാമത്വം. വിവേകം മറ്റു സംസാര മഹാകൂപത്തിലീ വിധം. കാലസർപ്പം കടിച്ചേറെ മൂർച്ചയേന്തിയ ജീവനെ. എൻ്റെ ജീവനെ കാലസർപ്പം കടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? കാലസർപ്പം കടിച്ചേറെ മൂർച്ചയേന്തിയ ജീവനെ കാത്തു രക്ഷിക്കുവാനുള്ള കെൽപ്പും കാരുണ്യശീലവും ഭഗവാൻ തരുന്നതാണ്. കാത്തുരക്ഷിക്കുവാനുള്ള കെൽപ്പം കാരുണ്യശീലവും കാർവർണ്ണനാകും അവിടേക്കല്ലാതാർക്കൊണ്ടു മന്നിതിൽ. ഏകപക്ഷീയമായിട്ട് ഗോളടിക്കുന്നതാണ് അല്ലേ? ആലോചിച്ച് നോക്കൂ. കാർവർണ്ണനാകും അവിടേക്കല്ലാതാർക്കൊണ്ടു മന്നിതിൽ എന്നാണ് ഈ ഉലകം കാലം വിഴുങ്ങിയിടുന്ന വാസ്തവം. എന്നാണ് ഈ ഉലകം കാലം വിഴുങ്ങിയിടുന്ന വാസ്തവം. കാൺമാൻ കഴിവത് അന്നാളിൽ വൈരാഗ്യത്തികവാൽ അവൻ ലോകവിഭ്രാന്തി കൈവിട്ടു സത്യാന്വേഷണശീലനം. എന്താ സത്യാന്വേഷണം? ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ഞാൻ ബ്രഹ്മമാണ്. അപ്പോൾ കാൺമാൻ കഴിവതന്നാളിൽ വൈരാഗ്യത്തികവാലവൻ ലോകവിഭ്രാന്തി കൈവിട്ടു സത്യാന്വേഷണശീലനം. ആത്മാവിനെ കരേറ്റുന്നതെന്നും ആത്മാവു തന്നെയാം. ആത്മാവിനെ സംരക്ഷിക്കുന്നത് ആത്മാവ് തന്നെ. ആത്മാവിനെ അറിയുന്നത് ആത്മാവ് കൊണ്ട് തന്നെ. ആത്മാവിനെ ബുദ്ധിവൈഭവം കൊണ്ടറിയാൻ പറ്റില്ല. ആത്മാവിനെ കരേറ്റുന്നതെന്നും ആത്മാവു തന്നെയാം. ആകയാൽ ഇനിമേൽ അന്തര്യാമിയെത്താൻ ഭജിപ്പൂ ഞാൻ. അതിനെന്തിനാ ആന? എന്തിനാ പഞ്ചവാദ്യം? എന്തിനാ വെടിക്കെട്ട്? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? വെടിക്കെട്ടിന് ആവശ്യമില്ലല്ലോ. ഇപ്പം ഇന്നലെ കണ്ടില്ലേ, 2 ആന തമ്മിൽ കുത്തിയിട്ട് 3 ആൾ മരിച്ചു. എത്ര ആൾക്ക് പരിക്കും? ഇതൊക്കെ നിർത്തേണ്ട കാലം വഴുകി. ആ കാശൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇൻപാർഷ്യൽ, അതായത്
രാഷ്ട്രബോധം മറന്ന രാഷ്ട്രീയം പാടില്ല. അത് ശ്രദ്ധിക്കണം. ഈ മട്ടുറച്ച് കാന്താശ തീരെ വിട്ടവളെത്രയും, ഈ മട്ടുറച്ച് കാന്താശ, അതായത് ഈ കസ്റ്റമേഴ്സിന് വേണ്ട, തീരെ വിട്ടവളെത്രയും ഉള്ളം തെളിഞ്ഞുകൊണ്ടെന്നാൽ കിടന്നാൾ ചെന്നുമെത്തയിൽ. ഇനി ആരെയും സ്വീകരിക്കില്ല എന്ന് തീരുമാനിച്ചു. ഉള്ളം തെളിഞ്ഞുകൊണ്ട് അന്നാൾ കിടന്നാൾ ചെന്നുമെത്തയിൽ അഴലേതും മുതിപ്പതാശയാൽ അതിന് കൈവിടൽ തന്നെയാം സുഖം. അഴലേതും ഏത് കാര്യം ആലോചിക്കുമ്പോഴാണ് ഭയം ഉണ്ടാവുന്നത്? ഏത് കാര്യം വിചാരിക്കുമ്പോഴാണ് ആത്മാരാമത്വം മറക്കേണ്ടത്? അതിനെ നമ്മൾ ധൈര്യപൂർവ്വം വിടണം. അപ്പോൾ അഴലേന്തും ആശയാൽ അതിനെ കൈവിടൽ തന്നെയാം സുഖം. അതാണ് നൈരാശ്യം ആണ് നല്ലത്. വിഷയാശ വെടിഞ്ഞ്, അതാണ് വിഷയാശകൾ വെടിയ. വിഷയാശ വെടിഞ്ഞ് അപൂർവമാം തെളിവാർന്ന അമ്പാടുറങ്ങി പിങ്കൾ. അപൂർവമാം, ശരിക്കും അവർക്ക് രാത്രി ഉറക്കില്ലാന്നാ. രാത്രിയാണ് കസ്റ്റമേഴ്സ്. അപ്പോൾ വിഷയാശ വെടിഞ്ഞ് അപൂർവമാം തെളിവാർന്ന് അമ്പോടുറങ്ങി പിങ്കള. അപ്പോൾ ഈശ്വരാധീനം വരുമ്പോഴാണ് നല്ല ഉറക്കം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും, കഴിച്ചത് ദഹിക്കുക, കുറച്ചത് കഴിക്കുക. ദഹിക്കണുണ്ടെന്ന് വിചാരിച്ചിട്ട് വാരി കോരി ദഹിക്കരുത്. ഉറക്കം വരുമ്പോൾ കിടക്കുക, ഉറങ്ങുക. കടന്ന ഉറക്കം വരണം. ഇങ്ങനെ 2 അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ സർഗം ഇവിടെ കഴിഞ്ഞു. ഇത് ശ്രീകൃഷ്ണ കഥ അമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ വിംസസർഗ, അതായത് 20ാമത്തെ. ഇനി 7 ഗുരുക്കളെ പറ്റി പറയണു. 21ാം സർഗം കുരരാതി, കുരുവിപ്പക്ഷി എന്നർത്ഥം. 7 ഗുരുക്കൾ. പലർക്കും ഇഷ്ടമാം വസ്തു കൊതിച്ചാൽ തന്നെ ദുഃഖമാം. പലർക്കും ഇഷ്ടമായൊരു വസ്തു കൊതിച്ചാൽ, ആഗ്രഹിച്ചാൽ ദുഃഖമാണ്, കിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ കിട്ടാത്തതിനെ പറ്റി നമ്മൾ നൈരാശ്യം ഉണ്ടായാൽ മതി. വേണ്ട, എനിക്ക് ഉള്ളതിൽ സന്തോഷിക്കാം. അതോർത്തറിഞ്ഞു കൈവിട്ടാലുടൻ താൻ അണയും സുഖം. അതോർത്ത്, അതായത് കൊതിച്ചാൽ തന്നെ ദുഃഖമാം എന്നതോർത്ത് അറിഞ്ഞു കൈവിട്ടാലുടൻ താൻ അണയും സുഖം. കയ്യിൽ, അതായത് ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒരു നായ ഒരു എല്ലും കഷ്ണം കടിച്ചു പോത്രേ. വള്ളത്തിലേക്ക് നോക്കിയപ്പോൾ വേറൊരു നായ എല്ലും കഷ്ണമായിട്ട് ബൗന്ന് പൊളിച്ചു താഴ്ത്തു പോയി. അതേപോലെ അവരത്. അപ്പോൾ ഇവിടെ പരിഗ്രഹിപ്പത് ദുഃഖം. പരിഗ്രഹിക്കുക, ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ ദുഃഖമാണ് ബലം വിചാരിച്ചാൽ ആ വസ്തു പിന്നെ നമ്മൾ ആഗ്രഹിക്കരുത്, വിട്ട് കളയണം. ഗോ ടു ഹെൽ എന്ന് പറയണം. പരിഗ്രഹിപ്പതേ ദുഃഖം അപരിഗ്രമാം സുഖം. കാരണം ഒരു കാര്യം സ്വീകരിച്ചാൽ ദുഃഖമായി. കാരണം എന്താ? അത് തിരിച്ചു കൊടുക്കണം, വ്യവഹാര. അപരിഗ്രമാം, ഒന്നും സ്വീകരിച്ചില്ലെങ്കിലോ സുഖമാണ്. ഇനി കുരരി പക്ഷിയെ കണ്ട് ഈ ഒരു പാഠം പഠിച്ചു ഞാൻ. കുരരി പക്ഷി, കിളീനെ കണ്ടിട്ട് ഞാൻ ഈ പാഠം പഠിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു നാൾ മാംസവും കൊത്തിക്കൊണ്ടതെങ്ങോ പറക്കവേ. ഒരു കുരുവി പക്ഷി ഒരു മാംസക്കഷ്ണം വായിൽ വെച്ച് പറക്കുകയാണ്. അപ്പോൾ ഒരു നാൾ മാംസവും കൊത്തിക്കൊണ്ടതെങ്ങോ പറക്കവേ കണ്ടുടൻ ബലമേറുന്ന കഴുകൻ തൊട്ട പക്ഷികൾ. ഈ പക്ഷീനേക്കാൾ ശാരീരിക ശേഷിയുള്ളവർ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേയൊക്കെ ഈ കൊക്കിൽ നിന്ന് ഈ മാംസക്കഷ്ണം താഴെ വീഴാണ്ട് പരിശ്രമിച്ചു. പക്ഷെ തൻ്റെ ശരീരത്തിനെ നോവുകയാണ്, മറ്റുള്ളവർ കൊത്തുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ കൊക്കിൽ നിന്ന് ബലമായിട്ട് പിടിച്ചിട്ടുള്ള മാംസക്കഷ്ണം ഡിസ്ചാർജ് ചെയ്തു, വേണ്ട വച്ചു. അതോടുകൂടി തന്നെ കൊത്തി വിഴുങ്ങാൻ ശ്രമിച്ചവരൊക്കെ ആ വീണ കഷ്ണത്തിൻ്റെ പിന്നാലെ പോയി. ആ കുരുവി പക്ഷി ഫ്രീ ആയി. അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു എന്നാ. എന്ത്?
കുരരിപ്പക്ഷിയെ കണ്ട് ഒരു പാഠം പഠിച്ചു ഞാൻ, ഒരു നാൾ മാംസവും കൊത്തിക്കൊണ്ടതെങ്ങോ പറക്കവേ കണ്ടുടൻ ബലമേറുന്ന കഴുകൻ തൊട്ട പക്ഷികൾ വളഞ്ഞു ചുറ്റും ദ്രോഹിപ്പാൻ ഒരുമ്പെട്ടള വന്നവൻ, കൊക്കിൽ നിന്നതു കൈവിട്ടാൻ ദ്രോഹവും തീർന്നു സൗഖ്യമായി. ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? ഹരി പ്രസാദിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സൂത്രം ചെയ്യണം. വന്നിച്ചിടുകലും വല്ലോർ നിന്ദിക്കലും ഒരേ വിധം. ഇത് വലിയൊരു തത്വചിന്തയാണ്. വന്നിക്കുകയാണെങ്കിലും നിന്ദിക്കുകയാണെങ്കിലും ഒരേ സ്റ്റാൻഡ് എടുത്താൽ മതിയെന്ന്. വന്നിക്കുമ്പോൾ നമ്മൾ അപ്പ് ആൻഡ് അപ്പ്, തല ഉയർത്തി പിടിച്ചാൽ തല ഉളുക്കും, പ്രമോഷനുണ്ടാവും. അപ്പോൾ തല ഉളുക്കാനുള്ള ഇടപാട് ചെയ്യണ്ട, തല ഇരിക്കണ പാട്ടിലിരുന്നോട്ടെ. അപ്പോൾ ബൊക്കെ തന്നാലും ചീത്ത മുട്ട മേലെ എറിഞ്ഞാലും ഒരേപോലെ ഇരിക്കണം എന്നാ എന്തുണ്ട്, അവരവർക്ക് കേടുപാട് വരില്ല. വന്നിച്ചിടുകിലും വല്ലോർ നിന്ദിക്കലും ഒരേ വിധം, നന്നാകിൽ അഭിനന്ദിക്ക കോപിക്കില്ല എന്തു കാണിക്കലും. നന്നാകിൽ അഭിനന്ദിക്ക, അതായത് അഭിമാനം തോന്നരുതെന്ന് അർത്ഥം. എല്ലാം ഈശ്വരനാൽ ചെയ്യപ്പെടണമെന്നുള്ളൊരു രീതിയിലിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വന്നിച്ചിടുകലും വല്ലോർ നിന്ദിക്കലും ഒരേ വിധം, നന്നാകിൽ കോപിക്കില്ല എന്തു കാണിക്കലും. എന്ത് കണ്ടാലും കോപിക്കില്ല എന്നൊരു തീരുമാനിച്ചോളൂ. അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും, കാരണം ഭക്തിയുള്ളവൻ തെറ്റ് ചെയ്യില്ല, സ്നേഹമുള്ളവൻ തെറ്റ് ചെയ്യില്ല. അപ്പോൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദം സ്നേഹമില്ല എന്നർത്ഥം. അപ്പം എന്ത് ചെയ്യണം? ഒരു ഇഞ്ചി കഷ്ണം കഴിച്ചു, അതിൻ്റെ നാര് വായയിൽ പോയപ്പോൾ നാവ് വെറുതെ ഇരിക്കുമോ? അതിൻ്റെ പിന്നാലെ പോവാണ്. അതാണ് ഈ പഠിക്കണത് തന്നെയാണ് സംഭവിക്കണതേ. എന്ത് ചെയ്യും? അപ്പോൾ വന്നിച്ചിടുകലും വല്ലോർ നിന്ദിക്കലും ഒരേ വിധം, നന്നാകിൽ കോപിക്കൽ ഒരു എന്തു കാണിക്കലും. മറുത്ത് ഓതുകിലോ. ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അതിനെതിരായിട്ട് പറഞ്ഞാലോ അയാൾ ശണ്ടയ്ക്ക് വരുമായിരുന്നേ. മറുത്തോതുകിലോ മാനിക്കേണ്ടോർ മാനിച്ചിടാകിലോ. മാനിക്കേണ്ടവർ മാനിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുക? മുണ്ടാണ്ടിരിക്കുക. ക്ഷോഭിക്കില്ലേതും അന്നേരം ക്ഷമാശീലം പഠിച്ചിടും. ക്ഷമ, ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എനിക്ക് കിട്ടും. ഞാൻ ചെയ്യണത് നിഷ്കാമ കർമ്മമാണ്, ഇനി പിന്നെന്താ എനിക്ക് പേടി? എനിക്ക് ആരോടും സമാധാനം പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ ക്ഷോഭിക്കില്ലേതും അന്നേരം ക്ഷമാശീലം പഠിച്ചിടും. കണക്കോ കാര്യമോ വല്ല ഗൃഹസ്ഥരുടെ മാതിരി കുടുംബഭാരമോ. കണ്ടോ, ഇവിടെയാണ് എൻ്റെ സന്തോഷം. ഇവിടെ വരാൻ പോകണത് ഭഗവാൻ നമ്മുടെ വായിൽ തിരികെ തരും. മനസ്സിലായോ? അപ്പോൾ കണക്കോ കാര്യമോ വല്ല ഗൃഹസ്ഥരുടെ മാതിരി കുടുംബഭാരമോ, തെല്ലും ഗൃഹപുത്രാദി ചിന്തയോ. ചെറിയ വീടാണ്, വലിയ വീടല്ല, വേണ്ട, ഉള്ള വീട് മതി, സമാധാനിക്കണം. കടം എടുത്തിട്ട് വീട് വലുതാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ന് യൂട്യൂബിൽ ഒരാൾ ഒരു റീലിട്ടുണ്ടാണ്. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക, എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് അറിയോ നിങ്ങൾക്ക്? ഇല്ല. എൻഗേജ്മെൻറ്റ് ഡേറ്റ് അറിയോ? ഇല്ല. അറ്റ്ലീസ്റ്റ് വിവാഹ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. എന്നാലേ അപ്പോൾ ഭർത്താവ് പറയാം, എന്നാലേ ഞാൻ ഒന്നുണ്ട് കാര്യം ചോദിക്കട്ടെ. വീട് ലോൺ എടുത്തിട്ടുണ്ട്, ഹൗസ് ബിൽഡിംഗ് ലോൺ എടുത്തിട്ടുണ്ടല്ലോ, അത് എത്ര ഇൻസ്റ്റാൾമെൻ്റായി, എത്ര കൊടുക്കാറുണ്ട്, പെർ മന്ത് നമ്മൾ എത്ര കൊടുക്കണം, നമുക്ക് വല്ലതും അറിയോ? ഇല്ല. കാർ ലോണിനെ പറ്റി ഇല്ല. ഇലക്ട്രിക് ബില്ല് എത്രയാണ് വരണമെന്ന് നമുക്കറിയോ? ഇല്ല. അപ്പോൾ സമയമില്ലേ? 3 ചോദ്യം ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, അറിയില്ല എന്ന് പറഞ്ഞു. തിരിച്ച് ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആവരുത് ജീവിതം.
ഒരു ഉത്തരവാദിത്തം വേണം ജീവിതത്തിൽ, അല്ലേ? അപ്പോൾ കുടുംബഭാരമോ തെല്ലും ഗൃഹപുത്രാദി ചിന്തയോ കൂടാതെ ആനന്ദമാർന്നേ ഞാൻ. നമ്മളൊന്നിലും വലിയ താല്പര്യം കാണിക്കാണ്ടിരുന്നാൽ ആനന്ദം. ആൾക്കാർ പറയും അയാളൊരൊറ്റയാനെയാണെന്ന്. ആയിക്കോട്ടെ, ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് സൗകര്യമല്ലേ? നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലിരിക്കട്ടെ. കൂടാതെ ആനന്ദമാർന്നേ ഞാൻ മേവും പെഞ്ചുകിടാവ് പോൽ. ചെറിയ കുട്ടികളെ പോലെ ഉല്ലാസവാനാണ്. ചെറിയ കുട്ടികൾക്ക് ഒരു എന്താ പറയുക, വിഷമമില്ലല്ലോ, അവർ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ടാൾ മാത്രം ചിന്ത വിട്ട പരമാനന്ദശാലികൾ. രണ്ടാൾ മാത്രം ചിന്ത വിട്ട പരമാനന്ദശാലികൾ. ആരത്? ഒന്ന് യാതൊന്നും അറിയാറാവാത്ത ചെറുബാലകൻ. ചെറിയ കുട്ടികൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ആരാ? മറ്റവനെങ്ങും ആത്മാവിൻ നില കണ്ടവൻ. വേറൊരു തരക്കാരുണ്ട്, രാമത്വത്തിലിരിക്കുന്നവർ. ഒന്നും അറിയാത്ത ബാലനും എല്ലാം അറിഞ്ഞവനും രക്ഷപ്പെട്ടു എന്നർത്ഥം. പിന്നെ പറയണു ഒരു പെൺകൊടിയാൾ. അപ്പോൾ ഇതൊക്കെ ഓരോ 7 ഗുരുക്കന്മാരുടെ കാര്യമായിട്ടോ പറഞ്ഞത്. പിന്നെ പറയണു ഒരു പെൺകൊടിയാൾ തൻ്റെ വിവാഹം നിശ്ചയിക്കുവാൻ വന്നോർക്കു ചെയ്ത ആതിഥ്യം. തനിക്ക് കല്യാണം ആലോചിച്ച് വന്നു, വീട്ടിലാരുമില്ല. അപ്പോൾ അവരെ സ്വീകരിക്കും വേണം, ആതിഥ്യം ചെയ്യണം അവർക്ക്. മറഞ്ഞും കൊണ്ടുമെല്ലവേ. നേരെ നമ്മുടെ ഇപ്പോഴത്തെ കൂട്ടത്തിൽ നേരെ ഉമ്മർത്ത് വന്നിട്ട് വർത്തമാനം പറഞ്ഞിരുന്നില്ല അത്ര അന്നത്തെ കാലത്ത്. മുൻകൂർ ജാമ്യം എടുത്തു ഞാൻ, അതുകൊണ്ടാണ്. മറഞ്ഞും കൊണ്ടുമെല്ലവേ ഇരിപ്പാൻ ഓതിനാൾ മറ്റോരെല്ലാം എങ്ങാണ്ടു പോകയാൽ. ബന്ധപ്പെട്ട അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇരിക്കിപ്പ് വരും. വരാൻ അമാന്തിക്കിൽ അവർക്കുടൻ താനൂണിനാകുവാൻ. ഇനി അവർ വരാൻ താമസിക്കും. ഈ വന്നവർക്ക് ചോറ് കൊടുക്കണ്ടേ? അപ്പോൾ അതിനെന്ത് ചെയ്യണം? അരിയില്ലായകയാൽ, വാങ്ങിയ അരിയൊന്നുമില്ല, അരിയില്ലായകയാലൊട്ടു പതുങ്ങിച്ചെന്നുമാനിനി അളന്നെടുത്താൾ ഏതാണ്ട് നെല്ലു 4-5 ഇടങ്ങഴി. ഒരു 4-5 ഇടങ്ങഴി നെല്ല് അളന്നെടുത്തു, കുത്താൻ തുടങ്ങി. കുത്തിനാൾ ഒരിടം ചെന്നതാരും കാൺമീലയെങ്കിലും. നെല്ല് കുത്തുന്നത് അവർ കാണണില്ലെങ്കിലും കയ്യിൽ വളകൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആ വ്യാസരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കുത്തിനാൾ ഒരിടം ചെന്നതാരും കാൺമീലയെങ്കിലും അണിഞ്ഞ ഒപ്പിവളകൾ കൂട്ടിമുട്ടിക്കുലുങ്ങവേ. ഒരു സൂത്രപ്പണി ചെയ്തു, ഒരു വളിയിട്ടു, ബാക്കിയുള്ളതൊക്കെ ഊരി വെച്ചു, നെല്ല് കുത്തി. അവരറിയില്ലല്ലോ, കയ്യിൽ ഒരു വളയിട്ടാൽ കിലുങ്ങില്ല. അപ്പോൾ ഇരിപ്പാനുര ചെയ്തുള്ളൊരത്യ കന്യക തന്നെയാം, ഇരിപ്പാനുര ചെയ്തുള്ളൊരതേ കന്യക തന്നെയാം നെല്ല് കുത്തുവതെന്നോർത്ത് നിന്ദിക്കും പിന്നെ ആ വിധം. അപ്പോൾ ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു. ആ കുട്ടി നമുക്ക് ചോറ് തരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് നെല്ല് കുത്തുകയാണ്. എന്നാൽ നമുക്കവിടെ പോയാലോ തോന്നില്ലേ? ഇരിപ്പാനുര ചെയ്തുള്ളൊരതേ കന്യക തന്നെയാം നെല്ല് കുത്തുവതെന്നോർത്ത് നിന്ദിക്കും പിന്നെ ആ വിധം. അപ്പോൾ എന്ത് ചെയ്തു? നാണിച്ചവയിൽ ഓരോന്നായി മെല്ലെ പൊട്ടിച്ചു മാറ്റിനാൾ. വളകളെ പൊട്ടിച്ച് മാറ്റേണ്ട ആവശ്യമില്ല, ഊരി വെച്ചാൽ മതി. ഞാൻ ആ പക്ഷക്കാരനാണ്. അപ്പോൾ ഇത് എന്താ പറയുക, താമരശ്ശേരി കൃഷ്ണപട്ടത്തിലേ ആവും പൊന്നോഷയിലെ. മെല്ലെ അപ്പോൾ നാണിച്ചവയിലോരോന്നായി മെല്ലെ പൊട്ടിച്ചു മാറ്റിനാൽ ഓരോ കയ്യിലും ആ മട്ടിൽ ഈ 2 വള മാത്രമായി. അപ്പോൾ ഈ 2 വളയാണെങ്കിലും ഓരോ വള എന്നാണ് മൂലത്തിൽ, അതെനിക്കറിയാം. ഒരു വള കിലുങ്ങില്ല, ഓരോ വളകൾ. ഇവിടെ ഓരോ കയ്യിലും ആ മട്ടിൽ ഈ 2 വള മാത്രമായി. അതല്ല, ഈ 2 കയ്യിലും 2 കയ്യിലും ഓരോ വള മാത്രമായി. അതാണ് എൻ്റെ ശരിക്കുള്ളത്. 2 കയ്യിലും ഓരോന്ന്.
പിന്നെയും അപ്പോൾ ഇവിടെ പറയണ്ടേ, പിന്നെയും തമ്മിൽ മുട്ടിക്കൊണ്ടവയൊച്ചപ്പെടുത്തവേ മാറ്റിനാൽ വീണ്ടും ഓരോന്നു ശബ്ദവും നിന്നു കേവലം. അപ്പോൾ ഞാൻ കുറച്ച് ധൃതി കാണിച്ചു എൻ്റെ ഇൻ്റലിജൻസ്, പക്ഷെ അങ്ങനെയല്ല. ഈ രണ്ടെണ്ണം എടുപ്പോഴും ശബ്ദിച്ചു. അപ്പം എന്ത് ചെയ്തു? ഓരോന്ന് അഴിച്ചു മാറ്റിയെന്നാണ്. മനസ്സിലായോ? പിന്നെയും തമ്മിൽ മുട്ടിക്കൊണ്ടവയൊച്ചപ്പെടുത്തവേ മാറ്റിനാൽ വീണ്ടും ഓരോന്നു ശബ്ദവും നിന്നു കേവലം. അടുത്തത് ലോകതത്വമറിഞ്ഞിടാൻ പലയിടം സഞ്ചരിക്കവേ. ഈ കിണറ്റിലെ തവള പോലെ നമ്മൾ ഒരേ സ്ഥലത്ത് ഇരുന്നാൽ ലോക വിവരം ഉണ്ടാവില്ല. കുറച്ച് മദ്രാസ് ബോംബെ ഒക്കെ ജോലിക്ക് വേണ്ടി ഒരു ചാൻ വയറിൻ്റെ നീളം എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ പുറമേ പോകണം. അപ്പോഴാണ് പലതരത്തിലുള്ള ആൾക്കാരായിട്ട് സംവാദങ്ങൾ വരും, ഇടപഴകും. ഹൗ ടു ബിഹേവ്, ഹൗ ടു സ്പീക്ക്, ഹൗ ടു ആക്ട് എന്നുള്ളതൊക്കെ അറിയും നമ്മൾ. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. സ്കൂളിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിൽ ചില എക്സ്പീരിയൻസ് ഉണ്ടാവണം. അപ്പോൾ ലോകതത്വമറിഞ്ഞിടാൻ പലയിടം സഞ്ചരിക്കവേ ആ വരാങ്കിയിൽ നിന്ന് ആൾ ഒരു പാഠം പഠിച്ചു ഞാൻ. കൂട്ടം കൂടിയാൽ, അതായത് സംഘം കൂടിയാൽ കൂട്ടം കൂടും. ഒറ്റയ്ക്കാണെങ്കിൽ ആരോട് സംസാരിക്കാൻ? ആത്മാരാമൻ നാരായണ ജപിക്കാം. അപ്പോൾ ആ വരാങ്കിയിൽ നിന്ന് ആൾ ഒരു പാഠം പഠിച്ചു ഞാൻ. പലരും കൂടിയാൽ എങ്ങും ബഹളം തന്നെ തീർച്ചയാം. പലരും കൂടിയാൽ എങ്ങും ബഹളം തന്നെ തീർച്ചയാം. രണ്ടാളായാൽ പോലും അവർക്ക് അന്യോന്യം പല വാർത്തയാം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടിയിട്ടൊപ്പം പോവുകയാണെങ്കിലും നാരായണ ജപിക്കണം, സംസാരിക്കരുത്. അടുത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ പോരായ്മകൾ പറയരുത്. നാരായണ ജപിച്ച് പോവാം. എന്താ ബോറടിക്കണ്ടോ? എന്തിനാ ബോറടിക്കണത്? ആത്മാരാമത്വം ശീലിച്ചാൽ എന്തിനാ ബോറടിക്കണത്? അപ്പോൾ രണ്ടാളായാൽ പോലും അവർക്ക് അന്യോന്യം പല വാർത്തയാം. ഭഗവത് ധ്യാനവും മറ്റും ശീലിപ്പോർക്കതുബാധയാം. ഈ കൂടെ സഞ്ചരിക്കുന്ന ആള് അനവസരം അല്ലെങ്കിൽ അർത്ഥവത്തല്ലാത്ത ഭാഷണം തുടങ്ങിയാൽ ഈശ്വരനാമം ചൊല്ലിക്കൊണ്ട് പോകുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ഒരുപാട് കാലം ശബരിമലയ്ക്ക് ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അതായത് 2-2.5 മാസം കൂടുമ്പോൾ ഞാൻ നാട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരും, അമ്മയെ കാണാൻ. അപ്പോൾ മാസപൂജ തൊടാൻ പോവും. കെട്ടൊന്നും അറിയില്ല. പോവുക, തൊഴുക, വരിക, കുളിക്കുക. പമ്പയിൽ അങ്ങോട്ട് പോകുമ്പോഴും കുളിക്കും, ഇങ്ങോട്ട് വരുമ്പോഴും കുളിക്കും. അവിടെ പോയാൽ വേറൊരു കുളി. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാനന ഭംഗി ആസ്വദിക്കാം. നാരായണ എന്താ സ്വാമ്യം ഉണ്ടാണ്ടിരിക്കണ വെച്ചാൽ ഒന്നുമില്ല, തലവേദനിക്കണമെന്ന് പറഞ്ഞാൽ നാരായണ സ്തുതി. അതായത് ആത്മാരാമത്വം കുട്ടിക്കാലത്ത് ശീലിക്കുക, എന്നാൽ വളരെ ഉപകാരമായി. അപ്പോൾ ഭഗവത് ധ്യാനവും മറ്റും ശീലിയപ്പോർക്കതുബാധയാം. ആകയാൽ ആത്മകല്യാണം ആഗ്രഹിക്കും മഹാശയൻ. ആകയാൽ ആത്മകല്യാണം ആഗ്രഹിക്കും മഹാശയൻ. ഒറ്റയ്ക്ക് സഞ്ചരിക്കണം, അല്ലെങ്കിൽ അത് ദോഷമാം. ഈ ഹിമാലയത്തിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടെങ്ങനെ പോയിരുന്നത്? ഇതാ പോയി ഇതാ വന്നു, അങ്ങനെയല്ല, നടന്നു പോകണം. എവിടെ വീണ് മരിക്കണം വെച്ചാൽ മരിക്കട്ടെ. അപ്പോൾ വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടാ പോവുക. ഇനി വന്നിട്ടില്ലെങ്കിലും വിഷമം വിചാരിക്കരുതെന്നാ. ഒറ്റയ്ക്ക് സഞ്ചരിക്കണം, അല്ലെങ്കിൽ അത് ദോഷമാം. ചൊല്ലാം കുമാരിതൻ കുപ്പിവളയെ തെളിവാണതിൽ. പിന്നെ മനസ്സനങ്ങാതൊരിടം ലക്ഷ്യത്തിൽ തന്നെ നിർത്തുവാൻ. മനസ്സ് അനങ്ങാതെ ഒരിടം ലക്ഷ്യത്തിൽ തന്നെ നിർത്തുവാൻ ശീലിക്കണം. അതിന് ആദ്യം ആസനം പ്രാണരോധവും. അവിടെയാണ് ഈ പത്മാസനത്തിലിരിക്കുക.
ശീലിക്കണം അതിനാദ്യം ആസനം പ്രാണരോധവും, അതായത് പ്രാണായാമം ശീലിക്കുക. അതിന് 1:2:4, അതായത് എത്രയാണ് ഇൻഹെയിൽ ചെയ്യണത് അതിൻ്റെ ഇരട്ടി കുംഭകത്തിൽ നിർത്തണം. അതിൻ്റെ ഇരട്ടി കുംഭകത്തിൽ നിർത്തിയതിൻ്റെ ഇരട്ടി ആണ് എക്സൈൽ ചെയ്യേണ്ടത്. അപ്പോൾ 30 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്താൽ 1 മിനിറ്റ് കുംഭകത്തിൽ നിർത്തണം. 2 മിനിറ്റ് കൊണ്ട് പ്രാണനെ വിടാൻ പാടില്ല. ഈ റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ പറ്റിച്ചാൽ നന്നായി. അല്ലാണ്ട് വെറുതെ അതല്ല പ്രാണായാമം. പ്രമോഷയോ മനസ്സനങ്ങാതൊരിടം ലക്ഷ്യത്തിൽ തന്നെ നിർത്തുവാൻ ശീലിക്കണം അതിനാദ്യം ആസനം പ്രാണരോധവും. മടിക്കാതെ അഭ്യസിക്കണം, മടിക്കാൻ പാടില്ല, മടിക്കാതെ അഭ്യസിക്കണം തീവ്ര വൈരാഗ്യ ചിന്തയാൽ. അവിടെ നിർത്താം. തീവ്ര വൈരാഗ്യ ചിന്ത വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയണം. അപ്പോൾ അടുത്തത് 750 എന്ത് എപ്പിസോഡ്. അപ്പോൾ ഒരു 950, അതായത് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ശരാശരി നമുക്ക് ഞാനിവിടെ ഒരു പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്, 1182. അപ്പോൾ 144, ഒരു 140, ഒരു 120 എപ്പിസോഡ് ഉണ്ടാവുള്ളൂ ഇനി. അപ്പോൾ 120 എന്ന് പറയുമ്പോൾ 950 വരുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ആമനെ സാമനെ മനസ്സിലായില്ലേ? 750, 850, 800, അങ്ങനെ 990 അങ്ങനെയൊക്കെ ആയിട്ടേ വരുള്ളൂ. 990 വരില്ല. 200, 250 എങ്ങനെയായാലും വരില്ല. മനസ്സിലായില്ലേ? ആവശ്യമില്ല, ഞാൻ പറയാം. എന്നിട്ട് വേണം മൂലം 2 എപ്പിസോഡ് പറഞ്ഞിട്ട് കഴിക്കണം. എന്നിട്ട് റെസ്റ്റ് എടുക്കുക. പിന്നെ വീട്ടിൽ ദിവസേന ഭാഗവതം വായിച്ച് ആത്മാരാമനായിട്ട് ഇരിക്കുക. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.